അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പലർക്കുള്ള ഒരു സംശയമാണ് ഉഹദ് യുദ്ധം യഥാർത്ഥത്തിൽ വിജയമാണോ അല്ല പരാജയമാണോ എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഉഹദ് യുദ്ധം വിജയമാണോ പരാജയമാണോ എന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഉഹദ് യുദ്ധത്തിന്റെ പൂർണ്ണ ദിവസവും പിറ്റത്തെ ദിവസം നടന്ന ഗസ്വത്തു ഹംറാഉൽ അസദ് എന്ന് പറയുന്ന ഒരു ചരിത്രം കൂടി മനസ്സിലാക്കിയാലാണ് നമുക്ക് ഇതിന്റെ ഒരു പൂർണ്ണ ചരിത്രം കിട്ടും. ഏതായാലും വരും നമുക്ക് എന്ത് ചെയ്യാം, ഈ കാണുന്ന ജബൽ റുമാത്തിന്റെ മുകളിൽ കയറിയിട്ട് എന്ത് ചെയ്യാം, ചരിത്രം പൂർണ്ണമായിട്ട് പറഞ്ഞുതരാം. എന്നിട്ട് നിങ്ങൾ ഒരു കൺക്ലൂഷനിലെത്തുക ഉഹദ് യുദ്ധം വിജയമാണോ പരാജയമാണോ എന്നുള്ളത്. ഞാനിപ്പോൾ ഉള്ളത് പരിശുദ്ധമായ ഉഹദ് യുദ്ധം നടന്ന ഭൂമിയിലാണ്. ഈ ഒരു മലയാണ് ജബൽ റുമാത്ത് എന്ന് പറയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 50ഓളം അമ്പെയ്ത്തുകാർ നിർത്തിയ മല. പലപ്പോഴും നമ്മൾ ഉഹദ് യുദ്ധത്തെക്കുറിച്ച് പഠിക്കുമ്പോഴോ കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ഒരു ഉഹദ് യുദ്ധം എന്ന് പറയുന്നത് ഒരു പരാജയപ്പെട്ട യുദ്ധമായിട്ടാണ് പലപ്പോഴും നമ്മളെ മനസ്സിലേക്ക് വരിക. പ്രത്യേകിച്ച് നമ്മൾ ഉഹദ് യുദ്ധത്തിൻ്റെ ചരിത്രം മാത്രം പറഞ്ഞാൽ അതൊരു പരാജയത്തിലേക്ക് ആദ്യം വിജയിച്ചു പിന്നീട് പരാജയത്തിലേക്ക് പോയ ഒരു യുദ്ധമായിട്ടാണ് നമ്മളൊക്കെ മനസ്സിലേക്ക് വരിക. ജബൽ റുമാത്തിന്റെ മുകളിൽ നിന്നാൽ കാണുന്ന പരിശുദ്ധ മദീന മുനവ്വറയാണ് ഈ കാണുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് മദീനയുടെ ഏറ്റവും ബാക്ക് ഭാഗത്താണ്. അതായത് മദീനയുടെ ഏറ്റവും ബാക്കിലേക്ക് വന്നാൽ ഈ ജബൽ റുമാത്ത് കിട്ടും. അതിൻ്റെ ബാക്കിലേക്ക് കാണുന്ന പരിശുദ്ധമായ ഉഹദ് മല, സ്വർഗ്ഗത്തിലെ ഈ ഒരു മല കിട്ടും. ഇതിൻ്റെ ബാക്കിലേക്ക് പിന്നെ മദീന ഇല്ല. ഇതാണ് എൻഡ് പോയിന്റ് എന്ന് പറയുന്നത്. ബദർ യുദ്ധത്തിലേറ്റ കനത്ത പരാജയത്തിന് പകരം വീട്ടാൻ വേണ്ടി ഖുറൈശികൾ ആ രണ്ട് മലൻ്റെ ഇടയിൽ കൂടെയായിരുന്നു മദീനയിലേക്ക്. കാരണം മക്കയിൽ നിന്ന് അങ്ങനെ വന്ന് ആ ഒരു മലൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ വന്നിട്ട് ഈ കാണുന്ന ഉഹദ് യുദ്ധഭൂമിയിൽ വെച്ചിട്ടാണ് ഉഹദ് യുദ്ധം നടന്നത്. 3000ഓളം വരുന്ന ശത്രു സൈന്യത്തിനെതിരെ 700 സഹാബത്തായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്നത്. ഒരു വെള്ളിയാഴ്ച ദിവസം മദീനയിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ 1000 പേരുണ്ടായിരുന്നുവെങ്കിലും വഴിയിൽ നിന്ന് 300ഓളം മുനാഫിഖീങ്ങൾ അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സുലൂലിന്റെ നേതൃത്വത്തിൽ തിരിച്ചു പോവുകയും ബാക്കി 700 പേരെയുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് ഇറങ്ങിയ സ്ഥലമാണ് ഈ കാണുന്ന ഭൂമി എന്ന് പറയുന്നത്. അപ്പോൾ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യുദ്ധതന്ത്രം എന്നുള്ള രീതിയിൽ 50 അൻപെയ്ത്തുകാർ മഹാൻ അബ്ദുല്ലാഹി ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു മലന്റെ മുകളിൽ നിർത്തുകയും പിന്നീട് ഈ മല ജബൽ റുമാത്ത് എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ഉഹദ് യുദ്ധം നമ്മളെല്ലാവരും കേൾക്കുകയും ഒക്കെ പഠിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള യുദ്ധമാണ്. എങ്കിലും നമുക്ക് 3 പാർട്ടാക്കി തിരിക്കാം ഉഹദ് യുദ്ധത്തിന്. 1-ാം ഭാഗം, 2-ാം ഭാഗം, 3-ാം ഭാഗം. ഇതിൽ ഓരോ പാർട്ട് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ നമുക്ക് ഈ ഉഹദ് യുദ്ധം കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ ഉഹദ് യുദ്ധത്തിന് തുടക്കം എന്ന് പറയുന്നത് 700 പേരടങ്ങിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൈന്യവും 3000ഓളം വരുന്ന ശത്രു സൈന്യവും ഈ ഒരു താഴ്വരയിൽ മുമ്പിൽ മുഖാമുഖം നിൽക്കുന്നു. 50 പേരെ തെരഞ്ഞെടുത്തുകൊണ്ട് റസൂലുള്ളാഹി ഈ ഒരു മലക്ക് മുകളിൽ നിർത്തിയിട്ട് അവരോട് പറയുന്നു, നിങ്ങൾ എന്ത് ചെയ്യരുത്, ഈ ബാക്കിൽ ഭാഗത്തിൽ കൂടി ഒന്നും എന്ത് ചെയ്ത് ഞങ്ങൾ സൈന്യം ഞങ്ങളെ ആക്രമിക്കാൻ പാടില്ല. നിങ്ങൾക്ക് ആകെ ജോലി ഈ ഒരു മലൻ്റെ മുകളിൽ നിന്നിട്ട് എന്ത് ചെയ്യുക, ഞങ്ങളെ ബാക്ക് ഭാഗം പ്രൊട്ടക്റ്റ് ചെയ്യുക. ഒരു നിലക്കും ഞാൻ വിളിക്കാതെ എന്ത് ചെയ്യരുത്, ആ ഒരു മലമുകളിൽ നിങ്ങൾ ഇറങ്ങരുത് എന്ന് അവർക്കുള്ള കൽപ്പന കൊടുത്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും 650 പേരും 3000ഓളം വരുന്ന ശത്രു സൈന്യത്തെ നേരിടുന്നതാണ് ഉഹദ് യുദ്ധത്തിന്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. യുദ്ധം തുടങ്ങി. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ശക്തമായി പോരാടി. എത്രത്തോളം എന്ന് വെച്ചാൽ ശത്രുക്കൾ ആദ്യ ഭാഗത്ത് തോൽക്കുകയും അവരുടെ ആയുധങ്ങളും കുതിരകളും ഒട്ടകങ്ങളും ഒക്കെ എടുത്തിട്ട് തിരിച്ചെന്ത് ചെയ്തു, മക്കയിലേക്ക് തന്നെ പിന്തിരിഞ്ഞു ഓടാൻ തുടങ്ങി എന്നുള്ളതാണ് ഉഹദ് യുദ്ധത്തിന്റെ ആദ്യ ഭാഗം എന്ന് പറയുന്നത്. ചരിത്രകാരന്മാർ ഒത്തൊരുമിച്ച് പറഞ്ഞിട്ടുള്ളതാണ് ആദ്യ പാർട്ടിൽ എന്തായിരുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ഗംഭീര വിജയമായിരുന്നു മാത്രമല്ല അവർ പിന്തിരിഞ്ഞോടി അവർ ഉപേക്ഷിച്ച് പോകുന്ന ഗനീമത്തുകൾ, അവർ ഉപേക്ഷിച്ച് പോകുന്ന ആയുധങ്ങളും അതേപോലെ തന്നെ ഒട്ടകങ്ങളും കുതിരകളെയും അവരുടെ പീരങ്കിയും പടയങ്കിയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാണ്, ഇവർ സ്വഹാബത്ത് ഇങ്ങനെ കളക്ട്